നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് പ്രശസ്തനായ അക്യുപഞ്ചർ തെറാപ്പിയിലൂടെ നിരവധിയായ ആളുകൾക്ക് രോഗശമനം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് നമ്മൾ പടവുകളിൽ അതിഥിയായി കിട്ടിയിരിക്കുന്നത്. പടവുകളിലേക്ക് ശ്രീ രാജേന്ദ്ര സാറിന് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാറ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ചികിത്സാ രീതി മരുന്നില്ലാത്ത ചികിത്സാ രീതിയാണ്. മരുന്നുകളെ കുറിക്കില്ല. എങ്ങനെയാണ് അത്? ഞാൻ ആമുഖമായിട്ട് തന്നെ നമ്മൾ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുക. അതായത് ബേസിക്കലി നമ്മൾ ഇതാണ് ചൈനീസ് അക്യുപഞ്ചറിൻ്റെ ആണ്. ചൈനീസ് അക്യുപഞ്ചർ തന്നെ 142 ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ് TCM. അപ്പോൾ അത് 142 വിധം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതെ. അപ്പോൾ അതിലത്തെ കുറേ എണ്ണം ഇതിലത്തെ കാര്യം വരെ നിറയെ പേര് സൂചികൾ കുത്തും. ഞാനും സൂചികൾ ഉപയോഗിക്കുന്ന കളർ യൂസ് ചെയ്യും. സീഡ്സ്, ഓരോ കുരുമുളക് വിത്തുകളെ സൂചി, പിന്നെ എന്താ കളറുകള്, ഇതാണ് ഈ തെറാപ്പിയുടെ ഒരു ബേസ് അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ആയിട്ട് റിലേറ്റഡ് തന്നെയാണ് നമ്മളെ മനസ്സൊന്ന് അസുഖങ്ങളെ മാറ്റുക. കാരണം എല്ലാ അസുഖങ്ങളും ഹിപ്നോസിസ് ചെയ്യും, അത് വേറുണ്ട്. കാരണം ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും ചെയ്യാറുണ്ട്. ദൂരെ എന്നിട്ട് നിങ്ങൾ ചെറുപ്പളശ്ശേരി ഇരുന്നാലും ഞാനിവിടുന്ന് അസുഖം മാറ്റിത്തരാൻ പറ്റും. ഒത്തിരി പേര് ഉണ്ട്, ഒരുപാട് അസുഖങ്ങൾ. അങ്ങനെ ഇപ്പോൾ അങ്ങയുടെ പറയുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഒരു മജീദ് എന്ന് പറയുന്ന ഒരു ദൂര സ്ഥലത്ത് നിന്ന് എവിടെ കരുവാരക്കുണ്ടെന്നോ മറ്റൊരു രോഗിയെ വന്നത്, പല ദൂരെ നിൽക്കുന്ന ആളുകൾ വിളിച്ചിട്ടും എനിക്ക് നേരിൽ വരുന്നത് ദൂരെ നിന്ന് തന്നെയാണ് ആൾക്കാർ അധികം വരുന്നത്. 90% ദൂരെ നിന്നാണ്, നാട്ടിൽ നിന്നൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതെ. അപ്പം അവരും അസുഖത്തിൻ്റെ ത്രൂ റെഫറൻസ് വരുന്നത്. കാരണം ഒരാൾ വായ്മൊഴി കൂടെയാണ് എൻ്റെ പബ്ലിസിറ്റി. എനിക്ക് ഒരാൾക്ക് നേരെ പറഞ്ഞു, അപ്പോൾ അത് വേറെ ആളെ പറയും. അതെ, അതാണ് ചികിത്സ. ഞാൻ നോക്കൂ സാറേ, ഇപ്പോൾ ഈ വിത്ത് തെറാപ്പി അല്ലെങ്കിൽ വിത്ത് സൂചി കളർ ഈ ഒരു സിസ്റ്റത്തിലാണ് ബേസ് ചെയ്തുകൊണ്ടാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന TCM ചികിത്സാ പദ്ധതി അക്യുപഞ്ചർ മുന്നോട്ടേക്ക് പോകുന്നത്. അതെ. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? രീതി പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ ശരീരം മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാം ഉണ്ട്. കയ്യിൽ മാത്രമല്ല, കയ്യിലുണ്ട്, ചെവിയിലുണ്ട്, കണ്ണിലുണ്ട്, മുഖത്തുണ്ട്, നാവിലുണ്ട്. എല്ലാ ദിക്കിലും നമ്മുടെ ശരീരമായിട്ടുള്ള കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് പകരം ഇവിടെ വെച്ചാൽ മതി, ഓർഗൻ എടുത്തോളും. ഉദാഹരണത്തിന് ഷുഗർ ആണെങ്കിൽ പാൻക്രിയാസ് ഇവിടെയാണ് വരുന്നത്, കയ്യിൽ. ഞാൻ ഇവിടെ ഉലുവ വയ്ക്കാൻ പറയും, ഉലുവ, കൈപ്പയ്ക്ക, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വയ്ക്കാൻ പറയും. അവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. കാല് പറഞ്ഞതാണ് 2 കാലുകളാണ്, ഇത് 2 കൈകൾ. ഈ ചികിത്സാ പദ്ധതിയുടെ ഒരു ബേസ് ഇതാണോ? അതെ. ഞാൻ ഈ ചെയ്യുന്നതിലത്തെ ഇതാണ്. കൈ നമ്മൾ നിൽക്കുമ്പോൾ കൈയും കാലും താഴേക്കാണ്. അത് നമ്മൾ കൈ തൂക്കിയിടുമ്പോൾ എങ്ങനെയാണ് 4 വിരൽ താഴേക്ക്, 1 വിരൽ വേറെയാണ്. താഴേക്ക് ഇരിക്കുന്ന വിരലൊക്കെ 3 മടക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ കാലും ഉള്ളിലും കൈ പുറത്താണുള്ളത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ പദ്ധതിയുടെ ചൈനീസ് അക്യുപഞ്ചർ തെറാപ്പിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ ഇപ്പം അങ്ങ് കാണിച്ച അതിനകത്ത് പോലും എല്ലാം ശരീരമുണ്ട്. അതായത് നമ്മുടെ കാലുള്ളിലും കൈ പുറത്ത്. ഇത് 2 കാല്, ഇത് പുറത്ത് 2 കൈ. കാലിൽ പറഞ്ഞ ആദ്യത്തെ മടക്ക് കാലിൻ്റെ കുതി, നമ്മുടെ ഇതിൽ മടമ്പ്, രണ്ടാമത്തെ കാലിൻ്റെ മുട്ട്, ഇത് ഇടുപ്പാണ്. ഇതേപോലെ പുറത്തിരിക്കുന്ന കയ്യിൽ റിസ്റ്റ്, എൽബോ, ഷോൾഡർ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ മസാജ് ചെയ്താലും അല്ലെങ്കിൽ ഇവിടെ സീഡ്സ് വെച്ചാലും അസുഖങ്ങൾ മാറും. അക്യുപഞ്ചറിൻ്റെ പ്രത്യേകത അസുഖങ്ങൾ മാറ്റാറുണ്ട്. എൻ്റെ ഇതിൽ ഒരു 5500ഓളം ആൾക്കാർ വന്നിട്ടുണ്ടാവും ഇത്ര കാലം ഞാൻ റെക്കോർഡ്. യെസ്, ഉണ്ട്. അതിലൊരു 4000 പേരെങ്കിലും അസുഖം മാറി ഓർ കമ്മിയായിട്ടുണ്ട്. മരുന്നുകൾ കഴിക്കുന്നതും. ചില ആളുകൾ പറയുന്നത്, ഇപ്പോൾ രാജേന്ദ്രൻ എന്ന് പറയുന്ന സാറിനെ കണ്ടു കഴിഞ്ഞാൽ, അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള രാജേന്ദ്രൻ സാറെ കണ്ടാൽ തന്നെ അസുഖം കുറേ ഭേദമാവുന്നു എന്നുള്ള ആളുകൾ പറയുന്നുണ്ട്. യെസ്, അതെന്താ വെച്ചാൽ ഞാൻ റേക്കി മാസ്റ്ററാണ്. റേക്കിയിലും പ്ലസ് മെഡിറ്റേഷൻ ചെയ്യും. ഞാനിവിടെ എപ്പോഴും
എൻ്റെ സറൗണ്ടിങ്സിൽ എൻ്റെ റൂമിൽ ഇവിടെ എല്ലാം പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് ചില ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എന്താ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അതെ, അതിപ്പോ ഈ അക്യുപഞ്ചറിന്റെ ഒരു ബേസ് എനർജി പോസിറ്റീവ് എനർജിയാണ്. അല്ല, അത് അക്യുപഞ്ചറിൻ്റെ അല്ല, റേക്കി എന്ന് പറയും ജപ്പാൻ്റെ ഒരു ചികിത്സാ പദ്ധതിയാണ്. അതെ. പിന്നെ ചെയ്യുന്നത് മുഴുവൻ പഞ്ചഭൂതങ്ങൾ, പ്രകൃതി പറഞ്ഞ അഗ്നി, ജലം, ഭൂമി, ആകാശം, വായു. നമ്മുടെ കയ്യിലുണ്ട് അഗ്നി, ജലം, ഭൂമി, ആകാശം, വായു. പഞ്ചഭൂത കേന്ദ്രീകൃതമായ ശരീരം. അപ്പോൾ അതിൽ നമ്മുടെ ഇത് മുഴുവൻ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഓരോന്നാണ് മുദ്രകൾ. ഞാൻ മുദ്ര തെറാപ്പിയും ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മുദ്രകൾ? ഇത് ഗ്യാൻ മുദ്ര, കിഡ്നി മുദ്ര, അങ്ങനെ ഓരോ മുദ്രകളുണ്ട് ഓരോന്നിനും. അപ്പോൾ ഇത് സങ്കല്പ മുദ്ര. ഇത് കാലിൻ്റെ കുതിവേദനുണ്ട് പറഞ്ഞു. ഇത് കുറച്ച് നേരം ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വേദന മാറിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഓഫ് അതർ ഇതാണ്. കാരണം അതിൻ്റെ കൂടെ കാലിൻ്റെ കുതി ഇതാണ്. ഇവിടെ എന്തെങ്കിലും ഞാൻ എഞ്ചിയോ കുരുമുളകോ വേറെ ഏതെങ്കിലും കൂടെ വയ്ക്കാൻ പറയും, അസുഖം മാറുന്നു. ഞാൻ ഒരു സാധനം കഴിക്കാൻ പറയില്ല. മരുന്നേ ഇല്ല. വരുന്നവർക്ക് എല്ലാവരും ഇപ്പോൾ കണ്ണിന് കാഴ്ച, ഇപ്പോൾ നിങ്ങളും കണ്ണട വെച്ചിട്ടുണ്ട്. ഞാൻ 2 സൂചി വെച്ച് നിങ്ങൾ വിതിൻ 5 seconds ഓർ 1 minute നിങ്ങൾ പറയും എനിക്ക് കാണാൻ തുടങ്ങി. ചെവി കേൾക്കാത്തപ്പോൾ നാളെ സൺഡേ എൻ്റെ അടുത്ത് കോഴിക്കോട് നിന്നൊരു ഡോക്ടർ വരുന്നുണ്ട്. അവർ വീട്ടുകാരൊക്കെ എൻ്റെ ചികിത്സ അല്ല. ബ്രദറിനെ കൊണ്ടുവരുന്നവർക്ക് ചെവി കേൾക്കില്ല. ഇവിടെ വന്ന് പറഞ്ഞു വ്യത്യാസം ഇവിടുന്ന് തന്നെ കേൾക്കാൻ തുടങ്ങി. അത് കുറച്ച് പ്രാവശ്യം വന്നാൽ തന്നെ നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഐ എം നോട്ട് ഡൂയിങ് എ മിറാക്കിൾ, ഒന്നുമല്ല. ഞാൻ എന്നോട് പഠിപ്പിച്ചു തന്നെ നിങ്ങൾക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, രാജേന്ദ്രൻ സാറ് അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല. അദ്ദേഹം മരുന്നില്ലാതെ ചികിത്സ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ക്രിയേഷനിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗശമനം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അക്യുപഞ്ചർ തെറാപ്പിസ്റ്റായ ശ്രീ രാജേന്ദ്രൻ സാർ. തുടരാം. അപ്പോൾ ഇത് ഇതാണ് സീഡ് തെറാപ്പി. പിന്നെ ഞാൻ ആയുർവേദം മിക്സ്ഡാണ്. കാരണം സിദ്ധയിൽ നിന്ന് പോയതാണ് ആയുർവേദം. അബൌട്ട് 11,000 കൊല്ലം മുമ്പെയാണ് തോന്നുന്നു. സിദ്ധയിൽ നിന്ന് പോയത് തന്നെയാണ് അക്യുപഞ്ചറും. അക്യുപഞ്ചറിൻ്റെ ഒറിജിൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പോയി അവർ ഡെവലപ്പ് ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ പുതിയ യൂറോപ്പിലെ എല്ലാ ദിക്കിലും വേൾഡ് വൈഡ് ഇത് റെക്കഗ്നേഷൻ കിട്ടിയപ്പോൾ നമ്മൾ സൂചികൾ ഇതിന് ഓരോന്ന് കുറേ മെഷീനറികൾ വന്നു. അതാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവർ ഇതുണ്ട് കപ്പിംഗ് തെറാപ്പി, ഇത് ഹിജാമ ചെയ്യാറുണ്ട്. അതും അത് തന്നെയാണ്. ഞാൻ കപ്പിംഗ് ചെയ്യുന്നുണ്ട്, ബട്ട് നോ ഹിജാമ. കാരണം ഹിജാമ ചെയ്യാറില്ല. കാരണം അതിൽ ബ്ലഡ് എടുക്കും, ഞാൻ ബ്ലഡ് എടുക്കണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ചീത്ത കമ്മി ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വേറെ നിൽക്കുന്നില്ല. എല്ലാം ഇതാണ്, മിക്സഡാണ്. അപ്പോൾ ഇതിന് മെയിൻ ഇതാണ്, എല്ലാ അസുഖങ്ങൾക്കും ഒരു റോട്ട് കോസ് ഉണ്ടാവും. മൂലകാരണം. അത് കാരണം ഇപ്പോൾ അലോപ്പതി പറഞ്ഞ സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. തലവേദന പറഞ്ഞ് വേദനയ്ക്കൊരു പെയിൻ കില്ലർ തന്നു. പക്ഷേ ഞാൻ ആ വേദന എന്താണെന്ന് കുറഞ്ഞ കാര്യം മുമ്പേ ഞാൻ 15-20 ആളെ ഒരു ദിവസം നോക്കിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ 6-7-8 ആളിൽ കൂടുതൽ നോക്കാൻ പറ്റില്ല. ബിക്കോസ് വന്നാൽ എനിക്ക് 2 മണിക്കൂർ സമയമാണ് ഒരാൾക്ക്. അവരെ മൂലകാരണം അന്വേഷിച്ചിട്ടാണ് അതിൻ്റെ രോഗത്തിന് ശമനം നൽകുന്നത്. അതെ, അപ്പോൾ മാത്രമേ അസുഖം മാറൂ. അപ്പോൾ മാറുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ 10,000-ൽ പരം ആളുകൾക്ക് രോഗശമനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതെ. അപ്പോൾ എങ്ങനെ ഇതിൽ ചെയ്യുന്നതിൽ അതാണ് കളറ്, സീഡ് ഇതൊക്കെ പറഞ്ഞു. ക്രോമോതെറാപ്പി പറയും. സൂര്യ വെളിച്ചത്തിൽ അപ്പോൾ നമ്മൾ പല കളറിലെ കുപ്പികൾ, കുപ്പിയിൽ മരുന്നോ പാലോ വെള്ളമോ തീർത്ത് അത് ആ കളറിൽ ഇത്ര നേരം വെച്ച് സമയമുണ്ട്, അത് വെച്ചതിന് കുടിച്ചാലും അസുഖങ്ങൾ മാറും. വെള്ളമായാലും മതി. എത്ര സമയം പിടിക്കണം വെക്കണം? അത് 1/2 മണിക്കൂർ. പറയുന്നത് പോലെ. അതെ, വെയിൽ കൊണ്ടാൽ മതി. ഇപ്പോൾ കുപ്പികൾ പല കളറിൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ വെച്ചാൽ മതി, കളർ പേപ്പർ വെച്ചിട്ട് വയ്ക്കുന്നു. അപ്പോൾ മരുന്നുകളാണെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള മീൻസ് ഇഫക്റ്റ് കൂടും. അപ്പം നിങ്ങൾ സൂചി വെച്ചാലും ഞാൻ സൂചി വെച്ചാലും ഇഫക്റ്റ് വേറെയാണ്. ബിക്കോസ് ഐ ടോൾഡ് യു, ഞാൻ എൻ്റെ കൈ കൂടി ഞാൻ പോസിറ്റീവ് എനർജി കൊടുക്കുക ചെയ്യുന്നത്. ഒരു അസുഖം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്. അതുള്ളവരാണല്ലോ ഇവിടെ വരുന്നത്. അതെ, അത് അസുഖം പൊതുവേ നെഗറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ അന്തരീക്ഷത്തിലും ഉണ്ടാക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ പറയും. അതൊന്നും ആരും അധികം ചെയ്യില്ല. സൂര്യൻ ഒരു എനർജി സ്രോതസ്സാണ്, തീർച്ചയായും പ്രൊഡ്യൂസറാണ്. അതെ, നമ്മൾ സൂര്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനെ ക്രോമോതെറാപ്പി. യെസ്, അതെ. വെയിൽ കൊള്ളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അലോപ്പതിയിലും പറയാറുണ്ട്, അല്ല ആയുർവേദത്തിലാണ് അധികം പറയുക, കാലത്ത് വെയിൽ കൊള്ളണം. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. കേരളത്തിൻ്റെ
ഇപ്പോൾ അന്തരിച്ച VS അച്യുതാനന്ദൻ സാറ് എല്ലാ ദിവസവും രാവിലെ വെയിൽ കൊണ്ടിരുന്ന ആളാണ്. സൂര്യൻ ഉദിച്ച് അരമണിക്കൂറിൻ്റെ മുള്ളിൽ വെയിൽ കൊള്ളണം, 10 മിനിറ്റെങ്കിലും കൊണ്ടാൽ മതി. പിന്നെ വിറ്റാമിൻ D2 കമ്മിയാണ് പറഞ്ഞാൽ ഉച്ചയ്ക്കും വെയിൽ കൊള്ളണം. പിന്നെ വൈകുന്നേരം ഒന്നുകിൽ വൈകിട്ട് ജമ്മീൻ സൂര്യൻ ഉദിച്ച് അരമണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേ. അതാണ് സൂര്യ വെളിച്ചത്തിൻ്റെ. കാരണം ഇന്ത്യയിൽ 90% ആൾക്കാരും വിറ്റാമിൻ D ഡെഫിഷ്യൻ്റാണ്. പറയുമ്പോൾ ഇത്രയും അപര്യാപ്തതയാണ്. അതെ, പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. അതിന് മരുന്നിൻ്റെ ആവശ്യമില്ല. ഡോക്ടറെ അടുത്ത് പോയ ഒരു മരുന്ന് തരും. അത് വേണം, B12 ഇല്ല, B17 ഇല്ല. ഇവണൊരു ക്യാൻസർ പേഷ്യൻ്റാണ് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കമ്മിയാണ് അവിടെ. അത് അലോപ്പതി മറ്റ് ഭാഷകളുടെ പറയുന്നത് B17 ഡെഫിഷ്യൻസി. അപ്പോൾ B17 ഉണ്ടാക്കാൻ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അത് കഴിച്ചാൽ മതി, തന്നെ മാറും. ഇപ്പോൾ കൊറോണ ആയാലും ഡെങ്കിപ്പനി ആയാലും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ഇവിടെ വന്നവർ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞവർക്ക് പറഞ്ഞു കൊടുക്കും. കൊറോണയ്ക്ക് ഓൺലൈനിൽ അതേ പറയും എൻ്റെ റിലേറ്റീവിന് കൊറോണ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ചെയ്തോ വിത്തിൻ 3 days നോർമലായിട്ടുണ്ടാവും. എന്തെല്ലാം ചെയ്യും? അന്ന് പപ്പായുടെ ഇല മെയിൻ, അതന്നെ പപ്പായുടെ ഇല മരുന്നാണ്. പപ്പായുടെ ഇല മരുന്നാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറേ ഇതുണ്ട്. ഞാൻ പറയുന്ന ക്രമത്തിൽ കഴിച്ചാൽ മതി, കൊറോണ മാറിയിട്ടുണ്ടാവും. ഡെങ്കിപ്പനി അങ്ങനെയാണ്. കാരണം ഇപ്പോഴും നോക്കേണ്ട ഡെങ്കിപ്പനി ഇപ്പോഴും സർവ്വവ്യാപിയാണ്. ഇല്ല, ഡെങ്കിപ്പനിക്ക് മരുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഇപ്പോഴും കണ്ടുപിടിച്ചു. പക്ഷെ നമ്മുടെ ഇതുണ്ട്, നിപ്പ വരുന്നു എന്ന് പറയുമ്പോൾ ഞാനെല്ലാം എഴുതി വെച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. റെമഡി ഉണ്ടായിരുന്നോ? ഉണ്ട്, റെമഡി ഉണ്ട്, അത്രേ പറയും. ആരും വന്നിട്ടില്ല. അതെ, നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടിയാൽ മതി. രോഗപ്രതിരോധ ശേഷി മനുഷ്യന്റെ വർദ്ധിപ്പിക്കലല്ലാതെ ഒരു പരിഹാരമില്ല. ഇല്ല ഇല്ല, എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കലാണ് പ്രധാനം. അതെ അല്ലേ? ഒരു സാധനം മൂത്രത്തിൽ കല്ലാണ്, നമ്മൾ കല്ലിന് പറയും ഓപ്പറേഷൻ ചെയ്യാൻ പറയും വലുതാണെന്ന് വെച്ചാൽ, ഞാൻ പറയും ഇവിടെയാണ് ഇതല്ലേ, ഇത് ശരീരമുണ്ടോ, ബാക്കി ഇത് 2 കാല്, ഇവിടെയാണ് മൂത്രസഞ്ചി. ഇവിടെ ഞാൻ ഉണ്ണിത്തണ്ട് വെക്കാൻ പറയും. ഉണ്ണിത്തണ്ടാണ് സാറിന് കഴിക്കാറുള്ളത്, ഞാൻ ഇവിടെ വെക്കാൻ പറയും. ഈ വാഴയുടെ ഉണ്ണിത്തണ്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അത് പരിഹരിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നാൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം വരുമ്പോൾ മാറിയിട്ടുണ്ടാവും. ഇഷ്ടംപോലെ. ആ കല്ല് തെറിച്ചു പോവോ? ഇല്ല, അത് മൂത്രത്തിൽ കൂടെ പോകും. ഞാൻ ഇവിടെ ഇട്ട് പൊടിക്കും, എനിക്കറിയാം പൊടി എവിടെയാണുള്ളത്. സാറ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇത് ചെയ്യുമ്പോൾ പൊടിച്ച് കിട്ടും. അതിന് കല്ല് ഇവിടെ കിട്ടും. ഇവിടെ നമുക്കിവിടെ അമർത്തി നോക്കുമ്പോൾ അറിയാം ഇവിടെ എവിടെയാണുള്ളത്. അപ്പോൾ അവിടെ ഇട്ടൊന്ന് കുറച്ച് നേരം പൊടിക്കുമ്പോഴേക്കും കല്ല് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ചെറിയ പൊടി എണ്ണി വീട്ടിൽ പോയിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം കുടിച്ചോ, മൂത്രമൊഴിക്കും അതിൻ്റെ കൂടെ തിരഞ്ഞാൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ പോയിട്ടുണ്ടാവും. അതൊക്കെ എളുപ്പമാണ് സാറിന്. കിഡ്നിയിൽ സ്റ്റോൺ വെച്ചാൽ കുറച്ച് ദിവസം വേണം, 3-4 ദിവസം വേണം, കുറച്ച് ദിവസം പിടിക്കും. കിഡ്നിയിലുള്ള യൂറിനറി ട്രാക്കിലാണ് അധികം ഉണ്ടാവുക. അതെ അതെ. അങ്ങയുടെ ഒരു ചികിത്സാ ക്രമത്തിൽ ഇപ്പോൾ നാളിതുവരെ ഒരുപാട്, ഞാൻ പറഞ്ഞു 10,000-ലധികം ആളുകളെ ചികിത്സിച്ച് ഭേദാക്കി, ഒരു പ്രധാനപ്പെട്ട മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതാ രോഗി എന്നുള്ളതിലേക്ക്? ഉണ്ട്, കുറേ എണ്ണത്തിൽ. ഒരാളെ മേലാറ്റൂരിൽ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു പാർട്ടി വരുമായിരുന്നു. വന്നു, കാരണം അവർക്ക് കണ്ണ് കാണില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. വന്നു, കുറച്ച് നേരം ഇരുന്നു, എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും കാണുന്നില്ല, ഇതാണ് പാരലൈസ്ഡ് ആണ്. അപ്പോൾ അതിനൊക്കെ ചികിത്സിച്ചു. കണ്ണിൻ്റെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കയ്യിൽ സൂചി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും നിങ്ങളുടെ കണ്ണട കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. കുറേ നേരം കഴിയുമ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്താ അറിയുക, എനിക്ക് ആരെ കാണാൻ വന്ന ആളെ കാണാൻ സഹിച്ചല്ലോ പറഞ്ഞു. സന്തോഷമുണ്ട് പറഞ്ഞു. ഇപ്പോൾ കണ്ണ് കാണാതെ വന്ന മനുഷ്യൻ ഇവിടുത്തെ ചികിത്സാ രീതി കൊണ്ട് കാഴ്ച കിട്ടി മടങ്ങി. വ്യത്യാസം വരും. പിന്നെ ബാക്കിയൊക്കെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറയും. ഹോംവർക്ക് കൊടുക്കും. ഞാൻ എല്ലാവരെയും ഇതൊരു സേവനം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവരും ഞാൻ പഠിക്കും. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ സാറേ, ഇതിപ്പോൾ നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്? അതെ അതെ, ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ആകെ വേണ്ട വിശ്വാസം. കാര്യം നമ്മുടെ അസുഖം നമ്മുടെ ശരീരവും മനസ്സും ജീവനായിട്ട് കണക്റ്റഡാണ്. അതെ, മറ്റിതിൽ വിശ്വാസം, അതാണ് മുതലെടുക്കുന്ന മറ്റ് ചികിത്സാ രീതി. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും അല്ലേ, അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, അങ്ങനെ വരും ഇങ്ങനെ വരും. ഉദാഹരണത്തിന് മഴ കൊണ്ടാൽ പനി വരും. പക്ഷെ മഴ, ആദിവാസികളൊക്കെ വെയിലത്ത് അല്ല മഴയത്ത് കുട പിടിച്ചിട്ടാണോ നടക്കുന്നത്? അല്ല, നമ്മൾ അത് മനസ്സിൽ കുറേ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഒരു
പ്രകൃതി സൗഹൃദ ചികിത്സാ പദ്ധതിയാണോ അത്? തീർച്ചയായും അത് തന്നെയാണ്. അതെ, ഇക്കോ ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് തെറാപ്പി, അക്യുപഞ്ചർ. അതെ, അക്യുപഞ്ചർ അങ്ങനെയാണ്. അതെ, കാരണം ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ എണ്ണം പഠിക്കുക, 16 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഇപ്പോഴും ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. ഈ സിദ്ധ അതുപോലെ മർമ്മ ചികിത്സയിലും അങ്ങ് വിദഗ്ധനാണ്. മർമ്മ പറഞ്ഞാൽ അതന്നെയാണ് അക്യുപഞ്ചറിലെ മർമ്മങ്ങൾ. അതിലും ഈ മനുഷ്യ ശരീരത്തിൽ എത്ര മർമ്മപ്രധാനമായ സ്ഥലങ്ങളുണ്ട്? അത് പറയാൻ പറ്റും. കാരണം 384+ മർമ്മങ്ങളുണ്ട്. പിന്നെ വേറെ ഞാൻ ചെയ്യുന്ന ചെവിയിൽ നമ്മുടെ ശരീരം മുഴുവനുണ്ട്. ചെവിയിലുണ്ട്, 2 ചെവിയിലുണ്ട്. അപ്പോൾ അവിടെയും ഇതാണ്. ബാക്കി കണ്ണിലോ മുഖത്തൊക്കെ പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാൻ മാത്രം. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഇന്ന അസുഖം നിങ്ങൾക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാവ് നോക്കിയിട്ട് പറയാൻ പറ്റും. ചെവിയിലും അതേപോലെ പ്രസ് ചെയ്യുമ്പോൾ അവർ പറയും വേദനിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു സൂചി കുത്തിയ ഇവിടുത്തെ അസുഖം മാറും. ചില ആളുകൾക്ക് മാറാത്ത നടുവേദന ഉണ്ടാവാറുണ്ട്. ഈ യാത്ര ഇപ്പോൾ സ്കൂട്ടറിലാണല്ലോ എല്ലാവരും യാത്ര ചെയ്യുക, അതിന് വല്ല പരിഹാരം ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് വരുന്ന അതിനാണ്. ഈ സ്കൂട്ടർ യാത്ര ചെയ്യാനാണ് വരുന്നത് അധികം. ഞാൻ അറിഞ്ഞു, 1-2 ആളുകൾ എന്നോട് പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും. കുറച്ച് പ്രാവശ്യം വരണം. പിന്നെ ഹോംവർക്ക് കൊടുക്കും, വീട്ടിലിരുന്ന് ചെയ്യാൻ. ഫിസിയോതെറാപ്പിയാണോ? അല്ലല്ല, നമ്മുടെ ഈ സൂചികൾ തന്നെ. അതെ, ചെവിയിൽ പറഞ്ഞില്ലേ ഇതുണ്ട്. അപ്പോൾ ചെവിയിൽ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ നട്ടല് ഇതാ, അവിടെ ഇതാണ് നിങ്ങളുടെ ഇടുപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൂചി വെത്തിയാൽ മതി, അവിടെ മാറും. ഇവിടെ സൂചി ഇങ്ങനെ കുത്തുക ചെയ്യാം, ചെറുതായിട്ട്, വളരെ ചെറിയ സൂചി. അപ്പോൾ അത് ചെയ്താൽ മതി. പിന്നെ അതേപോലെ കാലിൽ, ഇപ്പോൾ കയ്യിൽ മൊത്തം 5 ശരീരമുണ്ട്. ഈ കയ്യിലുണ്ട് 5 ശരീരം. മീൻസ് ഇത് 2 കൈ 2 കാലെന്ന് പറഞ്ഞു. ഇത് തല, കഴുത്ത്. കൈയും കാലും താഴേക്ക് ഇരിക്കുമ്പോൾ തല മുകളിലേക്കാണ്. അതാണ് ഇതിവിടെ. ഇവിടെ 2 മടക്ക, ഒരു മുഖം, ഒരു കഴുത്ത്. ബാക്കി ഇത്രയും ഭാഗം ഇതാണ്. ഇത് ബാക്ക് സൈഡ്. ഇപ്പോൾ നോക്കൂ, സാറ് പറഞ്ഞു വരുന്നത് ഈ ശരീരത്തെ ഈ കയ്യിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അതെ, കൈയാണ് ശരീരം. കൈ മാത്രമല്ല, കയ്യിൽ എന്തുണ്ടോ അതിന് കാലിലുണ്ട്. അപ്പോൾ ഞാൻ കാലിലാണ് ചെയ്യുക. അപ്പോൾ ഈ നട്ടെല്ല് പ്രശ്നമുള്ളവർക്കൊക്കെ കാലിൽ ചെയ്യും. വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ പറയും വ്യത്യാസമുണ്ട് പറയും. കയ്യും കാലിലും. അതെ, അപ്പോൾ അവർ പഠിപ്പിക്കും, അവിടെ ഇരുന്ന് ചെയ്യാൻ പറയും. ഈ സൂചി കൊണ്ടുള്ള സൂചിയില്ല, വെറുതെ മസാജിങ് മാത്രം. വെറുതെ മസാജ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ഒരുപാട് പേര് പറഞ്ഞു എന്നോട്, ആയാസം കിട്ടി, സുഖപ്പെട്ടു, ഒത്തിരി പേര് അതൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങേ കാണാൻ വന്നത്. നിങ്ങളുടെ തന്നെ ഇവിടെ ഉണ്ട്, ചെറുപ്പശ്ശേരിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. ചെറുപ്പശ്ശേരി മറ്റേ ഇതില്ലേ, 10ാം മൈലിൽ സ്കൂളില്ലേ, ശ്രീകുമാരൻ മാഷിനെ അറിയാം. അവർ വന്ന് അവരോട് ചോദിച്ചാൽ അറിയാം. എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അയാളുടെ ഉദാഹരണം പറയാൻ, അവർക്ക് ബ്ലോക്ക് ഉണ്ട് പറഞ്ഞു, ആർട്ടറി ബ്ലോക്ക്. എനിക്ക് വേണ്ട ചികിത്സ, എനിക്ക് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് പോയിപ്പോൾ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ട പറഞ്ഞു. അത് ഞാൻ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർട്ടറി ബ്ലോക്കേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് സത്യത്തിലൊരു വ്യാപകമായ പ്രചരണം ലഭിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ലഭിക്കാതെ പോവുകയോ, എന്താണ് ഇതിന് പറ്റിയത്? അപ്പോൾ ഈ ശാഖയ്ക്ക് ലോകം മുഴുവൻ ശാസ്ത്രശാഖ, ലോകം മുഴുവൻ മരുന്ന് ലോകം. അങ്ങനെയായി. അതാണ്. യെസ്, ഞാൻ അങ്ങയുടെ ഈ ഒരു ചികിത്സാശാസ്ത്രം അല്ലെങ്കിൽ അക്യുപഞ്ചർ, മർമ്മ, സിദ്ധ, ഇതിലുള്ള കേന്ദ്രീകൃതമായൊരു പ്രവർത്തനമാണ് ശ്രീ രാജേന്ദ്രൻ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വല്ല പുരസ്കാരങ്ങൾ, വ്യക്തിപരമായ എന്തെങ്കിലും അംഗീകാരങ്ങൾ എവിടെയെങ്കിലും വെച്ച് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, മദ്രാസ് അല്ല, ഇവിടെ കോയമ്പത്തൂരിലാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് മാത്രം നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു, അവരൊരു ഇത് തന്നു. അല്ലാതെ വേറെ ഞാൻ പബ്ലിസിറ്റിക്ക് പോകും. ഒരു കാര്യം കേട്ടോളൂ, ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പുരസ്കാരങ്ങളോ പബ്ലിസിറ്റികളോ പ്രചരണങ്ങളോ സാമ്പത്തിക ലാഭം പോലും താല്പര്യമില്ലാതെ ഈ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അക്യുപഞ്ചർ തെറാപ്പിയിലൂടെ ആർക്കെങ്കിലും ഗുണമുണ്ടായിക്കോട്ടെ എന്ന് ധരിക്കുന്ന ആൾ തന്നെയാണ്. ദ്രവ്യം ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ. കാരണം നിങ്ങൾ സന്തോഷിച്ചാൽ മതി. അതെ, നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ദൈവത്തോടും പ്രാർത്ഥിക്കാറുള്ളതാണ്. അവരുടെ അനുഗ്രഹം എനിക്ക് കിട്ടണേ, അത് കിട്ടാനുള്ള അനുഗ്രഹം എനിക്ക് വേണമെന്നാണ്. അതെ, അതന്നെയുള്ളൂ. അതിലധികം വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളൊക്കെ, കുടുംബം എങ്ങനെ? കുടുംബം, ഭാര്യ ഹൗസ് വൈഫ്, പിന്നെ ഒരു മകളും ഒരു മകനും. മകള് ബോംബെയിലാണ്, ജോലിയൊന്നുമില്ല. എന്താ പേര്? പേരെന്താ? ജിഷ. എഞ്ചിനീയറാണോ? അല്ലല്ല, മകൻ ഡിഗ്രി മാത്രമേ ഉള്ളൂ. മകൻ അജീഷ്, അവൻ മെർച്ചൻ്റ് നേവിയിൽ ഓഫീസറാണ്. അവൻ്റെ ഭാര്യ ടീച്ചറാണ്. എവിടെ? നാട്ടിലാണോ? കാറൽമണ്ണ.
NNUP അതെ അവിടെയാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സാത്വിക ഭാവത്തിലുള്ള ഇടപെടലുകളാണ് അങ്ങയുടെ. അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കില്ല, വളരെ ശാന്ത സ്വഭാവമായി ആളുകളെ ഡീൽ ചെയ്യുന്നു. ഈ ഒരു ചികിത്സാ രീതിയുടെ പ്രത്യേകത അതാണോ? ചികിത്സ ആയിരിക്കാം. കാരണം അത്രേ പറയാൻ പറ്റൂ. കാര്യം ഞാൻ കുറേ ഇത് മുതൽക്കും ഞാൻ അങ്ങനെ വിചാരിച്ചു. കുറച്ച് പഠിച്ചപ്പോൾ തോന്നി അതുകൊണ്ട് പൈസ ഉണ്ടാക്കണ്ട, ജനങ്ങളുടെ സന്തോഷം കിട്ടിയാൽ മതി. കാരണം പൈസ ആർത്ത് കൊടുത്താലും അത് കഴിഞ്ഞാൽ കൊടുക്കൽ നിർത്തിയാൽ ദേഷ്യപ്പെടും. പക്ഷേ ഇത് ഒരു കാലത്ത് ഒരാളും പറയില്ല. എപ്പോഴായാലും എവിടെ പോയാലും എന്നെ അറിയുന്നവരാരെങ്കിലും ഉണ്ട്, അവർ പറയും എന്നെ സമാധാനം. അതെ, ഒരു മാനസിക സമാധാനം, മനസ്സിനൊരു സമാധാനം, ശരീരത്തിനൊരു താങ്ങ്. ഇതാണ് ശ്രീ MB രാജേന്ദ്രൻ എന്ന് പറയുന്ന ജിഗ്ലു എന്ന് പറയുന്ന സെൻ്ററാണ് പുഞ്ചപ്പാടത്ത് പ്രവർത്തിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടേതായ ഈ പ്രശ്നം ഉള്ള ആളുകൾക്ക് മരുന്നില്ലാതെ ചികിത്സ, സാമ്പത്തിക ചെലവില്ലാതെ, വലിയ ചെലവില്ലാതെ നൽകാൻ സദാ സന്നദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് ശ്രീ MB രാജേന്ദ്രൻ സാറ്. അദ്ദേഹം നിരവധിയായ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങയുടെ ഈ തുടർന്നും ജീവിതം ഈ ഇത്തരത്തിലുള്ള രോഗശമന പ്രക്രിയകളിൽ സജീവമാവട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. വലിയ നന്ദി പടവുകളിൽ വന്നതിന്, വലിയ നന്ദി. താങ്ക് യു സർ, താങ്ക് യു.